ഹുണ്ടായി വെന്യൂ SXO ഡീസൽ. ഹുണ്ടായി കമ്പനി ഇതിന് സിറ്റിയിൽ 15-20 ഇടയിൽ, ഹൈവേയിൽ 20-25 ഇടയിൽ മൈലേജ് പറയണുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ വണ്ടി ഓടിക്കുമ്പോൾ എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. രണ്ട് രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഹൈവേയിലും ഒന്ന് നോർമലി നമ്മളെ സിറ്റിയിലല്ല എന്നുണ്ടെങ്കിലും നാട്ടുംപുറങ്ങളിൽ നമ്മളെ നാട്ടിലൊക്കെ ഓടിക്കുമ്പോൾ ഒരു മൈലേജ്. 3 തവണകളായി ഈ കാണുന്ന രീതിയിൽ മേലെ വരെ ടോപ്പപ്പ് ചെയ്ത് ഡീസൽ അടിച്ച് പരീക്ഷണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന യാത്രയിലാണ് ഈ പരീക്ഷണങ്ങളൊക്കെ ചെയ്യണത്. ആദ്യഘട്ടത്തിൽ ഡീസൽ ടോപ്പപ്പ് ചെയ്ത് ഫുൾ ടാങ്ക് ആക്കിയ ഉടനെ മീറ്റർ 0 ആക്കി. അങ്ങനെ നേരെ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലേക്ക്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലേക്ക്. അതായത് ഏകദേശം 38-40 കിലോമീറ്ററോളം. രാവിലെ തിരക്ക് കുറഞ്ഞ സമയമല്ല എന്നുണ്ടെങ്കിൽ ഏകദേശം 2 മണിക്കൂറിലേറെ സമയം എടുക്കും എക്സ്പ്രസ് ഹൈവേയിൽ എത്താൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഡീസൽ ടാങ്ക് കപ്പാസിറ്റി 45 ലിറ്റർ ആണ് പറയുന്നതെങ്കിൽ ടോപ്പപ്പ് ചെയ്ത് ഡീസൽ അടിക്കുമ്പോൾ അതിലും കൂടുതൽ വണ്ടിയിൽ കയറാറ്. യാത്ര തുടങ്ങി ഏകദേശം 120 കിലോമീറ്ററിന്റെ അടുത്ത് വരെ വണ്ടി ഓടിയപ്പോൾ ക്ലസ്റ്ററിൽ 20 വരെ മൈലേജ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മൈലേജ് ടെസ്റ്റിന്റെ ആദ്യഘട്ടം ഒന്നാണ് മൈസൂര് കഴിഞ്ഞ് ഗുണ്ടൽപേട്ടക്കടുത്തുള്ള ഒരു ഷെൽ ഫ്യൂവൽ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തി. ഇനി ഇവിടുന്ന് ഡീസൽ ടോപ്പപ്പ് ചെയ്ത് ക്ലസ്റ്ററിൽ കാണിച്ച 19.7 മൈലേജ് കിട്ടുന്നുണ്ടോന്ന് ടാങ്കിൽ കയറിയ ഡീസലിനനുസരിച്ച് കണക്ക് കൂട്ടി നോക്കണം. നിലവിൽ ഇപ്പോൾ കർണാടകയിൽ ഡീസലിന് ലിറ്ററിന് വില വരുന്നത് 91 രൂപ ചില്ലറ പൈസയാണ്. ചില പമ്പുകൾക്കനുസരിച്ച് വ്യത്യാസം വരാറുണ്ട്. 209 കിലോമീറ്റർ വണ്ടി ഓടിയതിനു ശേഷം ഈ പറഞ്ഞ പമ്പിൽ നിന്ന് ഡീസൽ ടോപ്പപ്പ് ആവാൻ വേണ്ടി അടിക്കേണ്ടി വന്നത് 1128.59 റുപ്യക്കാണ്. അതായത് 209 കിലോമീറ്റർ ഓടാൻ വേണ്ടി 12.36 ലിറ്റർ ഡീസൽ അടിച്ചിട്ടാണ് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ടാങ്ക് ടോപ്പപ്പ് ആയത്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 16.95, അതായത് 17 കിലോമീറ്റർ ആണ് ഇതുവരെ ഓടിയപ്പോൾ കിട്ടിയ മൈലേജ് എന്ന് കണക്കാക്കാം. പക്ഷെ ക്ലസ്റ്ററിൽ ആവറേജ് മൈലേജ് 19.6 ആണ് കാണിച്ചത്. So guys, we are entering to Bandipur Tiger Reserve Forest. അപ്പോൾ ക്ലസ്റ്ററിൽ കാണിക്കുന്ന ആവറേജ് മൈലേജിൽ നിന്ന് എപ്പോഴും 1-2 കിലോമീറ്റർ കുറച്ചിട്ട് വേണം കണക്ക്. ഒരു 80 കിലോമീറ്റർ സ്പീഡ് പെർ ഹവർ എന്ന രീതിയിൽ ഹൈവേയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചിരുന്നെങ്കിൽ എന്തായാലും മിനിമം 20 കിലോമീറ്റർ പെർ ലിറ്റർ എന്ന നിലക്ക് മൈലേജ് കിട്ടുമായിരുന്നു. അതേസമയം ഞങ്ങൾ പലപ്പോഴും 100 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലാണ് വണ്ടി ഓടിച്ചിരുന്നത്. തെങ്ങ ചെക്ക് പോസ്റ്റും കടന്ന് ആനക്കൂട്ടങ്ങളെയും കുരങ്ങന്മാരെയും ഒക്കെ കണ്ട് നാട്ടിലോട്ടുള്ള യാത്ര തുടർന്നു. നാട്ടിലെത്തി അവിടുത്തെ ചെറിയ ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു തവണയും കൂടെ ഫുൾ ടാങ്ക് അടിച്ച് ടോപ്പപ്പ് ചെയ്താൽ വെന്യൂ SXO ഡീസലിന്റെ മൈലേജിന്റെ കാര്യത്തിൽ ഒരു ചെറിയ ധാരണയൊക്കെ ആവും. പിന്നൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, വണ്ടി ഓടിക്കുന്ന ശൈലിയും രീതിയും മൈലേജിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. ലാസ്റ്റ് പമ്പിൽ നിന്ന് ഡീസൽ ടോപ്പപ്പ് ചെയ്ത് മീറ്റർ 0 ആക്കി നാട്ടിലത്തെ കുറച്ച് ലോക്കൽ ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു തവണയും കൂടെ ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറുമ്പോൾ 565 കിലോമീറ്റർ വണ്ടി ഓടിയിരുന്നു. 565 കിലോമീറ്റർ വണ്ടി ഓടിയപ്പോൾ 39.03 ലിറ്റർ ഡീസൽ അടിച്ചപ്പോഴാണ് ടാങ്ക് ടോപ്പപ്പ് ആയത്. അതായത് പെർ ലിറ്റർ 14.49 അഥവാ 14.5 എന്ന തോതിലാണ് മൈലേജ് കിട്ടിയത്. ക്ലസ്റ്ററിൽ 16 കാണിച്ചിരുന്നു. അപ്പോൾ ഹുണ്ടായി വെന്യൂ SXO ഡീസലിന്റെ മൈലേജ് ടെസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക.